chapter areas related to circles. ഒരു സർക്കിളിന്റെ സെന്റർ O ആണ്. എ ബി എന്ന് പറയുന്നത് ആർക്കാണ്. റേഡിയസ് 6. ഹലോ സുദീപ്. ഹലോ ആര്യ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇവിടെ ഒരു ആംഗിള് തീറ്റ. അപ്പൊ ഇതാണ് ഈ ഞാൻ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് അതിന്റെ സെക്ടർ. അപ്പൊ രണ്ട് സെക്ടർ ഉണ്ടാവും. ഒന്ന് മൈനർ സെക്ടർ ഉണ്ടാവും. ഈ ഭാഗത്തിന്റെ പേര് മേജർ സെക്ടർ. വലിയ പീസിനെ മേജർ സെക്ടർ എന്ന് പറയും. ചെറിയ ഭാഗം മൈനർ സെക്ടർ. ഈ സെക്ടറിന്റെ ഏരിയ സെക്ടർ ഏരിയ. ആ ഫോമിൽ നമുക്ക് പഠിക്കാനുണ്ട്. തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. അതാണ് സെക്ടറിന്റെ ഏരിയ. നേരെ മറിച്ച് ഈ ആർക്കിന്റെ എ ബി എന്ന് പറയുന്ന ആർക്കിന്റെ ലെങ്ത്തിന് വേറൊരു ഫോമിലുണ്ട്. തീറ്റ ബൈ 360 ഇൻറ്റു 2πr. ഒരു സർക്കിളിന്റെ ഒരു പാർട്ടാണ് സെക്ടർ. ഫിഗർ പ്രകാരം ആ ഷെയ്ഡ് ചെയ്ത ഭാഗം സെക്ടർ ആണ്, മറ്റേ പാർട്ടും സെക്ടർ ആണ്. അപ്പോൾ ഒന്ന് ചെറുതായതുകൊണ്ട് ഇതിനെ മൈനർ സെക്ടർ എന്നും മറ്റേ ഭാഗം വലുതായതുകൊണ്ട് അതിനെ മേജർ സെക്ടർ എന്നും പറയും. എ ബി എന്നുള്ളതാണ് ആർക്ക്. ഈ ആർക്കിന്റെ നീളം, ആർക്ക് ലെങ്ത് ആണ് തീറ്റ ബൈ 360 ഇൻറ്റു 2πr. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ ആണ് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഒന്ന് എഴുതിയെടുത്തോളൂ. യെസ്, പ്രാർത്ഥന പേജ് നമ്പർ 158. Question number 1. Exercise 11.1, question number 1. Find the area of a sector of a circle with radius 6 cm if the angle of the sector is 60 degree. അപ്പോൾ r is equal to 6 cm. theta equals 60 degree. 60 degree. Formula area is equal to theta by 360 into pi r square. Into pi r square. Pi തന്നിട്ടുണ്ട് സർ. തന്നിട്ടുണ്ടോ? 22/7. അപ്പോൾ 60 by 360 into 22/7 into 36 വരില്ലേ? നമുക്ക് ഇതൊന്നും ഇങ്ങനെ നീട്ടി വരയ്ക്കട്ടോ. ഇൻറ്റു എത്രയാണ്? 36. 6ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് 6 × 6 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയിട്ട് ഇത് സൈഡിൽ എഴുതാം. ഒന്നും കൂടി, ഒരു പ്രാവശ്യം കൂടി ഇവിടെ എഴുതിയിട്ട് വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ ആൻസർ പറയും.